എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സേന എത്രത്തോളം വലുതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒത്തിരി വലുതാണ്. അമേരിക്കയും ചൈനയും ഇന്ത്യയുടെ മുമ്പിലുണ്ട്. ചൈന വലിയൊരു ഭീഷണിയായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും അതനുസരിച്ചിട്ട് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് പണം നമ്മൾ ചിലവാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള വളർച്ചയും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മിസൈൽ അവനാഴിയിൽ ഏറ്റവും പുതിയ ശക്തമായ ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഗ്നി 5 കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു മിസൈലാണ് K5, സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് പറയുക. K4 SLBM നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തു. അതിനെ അരിഹന്തിലേക്ക് കമ്മീഷൻ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെയാണ് അതിലേറെ ശക്തിയുള്ള K5 മിസൈൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് K5 മിസൈലിനെ കുറിച്ചുള്ള ഒരു ചർച്ച എന്നതിലുപരി അഗ്നി 5ഉം K5ഉം തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സായുധ സേന എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം വലുതാണ് എന്ന്. ആദ്യമായിട്ട് പറയട്ടെ, അഗ്നി 5 എന്ന് പറയുന്നത് ഒരു ICBM ആണ്, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിൻ്റെ ദൂരപരിധി 5000 മുതൽ 8000 കിലോമീറ്റർ വരെ ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം K5 എന്ന് പറയുന്നത് ഒരു SLBM ആണ്, അതായത് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. അതിൻ്റെയും ദൂരപരിധി 5000 കിലോമീറ്റർ ആണ്. അതായത് K5ൻ്റെ ഇപ്പോഴത്തെ ഡിസൈൻ പ്രത്യേകതകൾ വെച്ച് കഴിഞ്ഞാൽ 2000 കിലോഗ്രാം വാർഹെഡ് അതിന് ക്യാരി ചെയ്യാൻ പറ്റും. ആ വാർഹെഡിൻ്റെ വെയിറ്റ് നമ്മൾ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 8000 കിലോമീറ്റർ വരെയും ഇതിനും സഞ്ചരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ചൈനയുടെ അങ്ങേയറ്റം വരെ പോലും സഞ്ചരിച്ച് അവിടുത്തെ ടാർഗറ്റുകളെ നിർവീര്യമാക്കാനും നശിപ്പിക്കാനും ഈ രണ്ട് മിസൈലുകൾക്കും സാധ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ഇത് രണ്ടും നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധത്തിന് വളരെ നിർണായകമാണ്. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന എന്നാൽ അതുല്യമായ സവിശേഷതകളുള്ളവയാണ് K5ഉം അഗ്നി 5ഉം. അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഈ രണ്ട് മിസൈലുകളുടെ പ്രത്യേകതകൾ, അവരുടെ കഴിവുകൾ, അവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ട് മിസൈലുകളുടെയും ഒരു അവലോകനത്തോടെ നമുക്കിത് ആരംഭിക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അഗ്നി 5 എന്ന് പറയുന്നത് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. K5 എന്ന് പറയുന്നത് ഒരു സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഗൈഡൻസ് സിസ്റ്റം രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഇതാണ് വലിയൊരു വ്യത്യാസം. റിംഗ് ലേസർ ജൈറോസ്കോപ്പ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അഗ്നി 5ൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് GPS അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം നാവിക് വഴി ഇത് ഓപ്ഷണലായിട്ട് ഇതിൻ്റെ ശേഷി ഒരുപാട് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അഗ്നി 5ൻ്റെ ആക്യുറസി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 10 മീറ്റർ ആക്യുറസിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റിൻ്റെ 10 മീറ്റർ ചുറ്റളവിൽ ഇത് ചെന്ന് പതിച്ചിരിക്കും എന്നുള്ളത് ഇന്ന് മിസൈൽ ടെക്നോളജിയിലെ വളരെ വലിയൊരു ആക്യുറസിയാണ്. അതേസമയത്ത് K5 എന്ന് പറയുന്നത് സാറ്റലൈറ്റ് അപ്ഡേഷൻ സാധ്യമായിട്ടുള്ള ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റമാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസുമുണ്ട്, ലിമിറ്റേഷൻസുമുണ്ട്. അപ്പോൾ ഇത് രണ്ട് സിസ്റ്റത്തിൽ ഇത് രണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ കാരണങ്ങൾ വേറെ പല കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. ഈ രണ്ട് മിസൈലുകളും ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള, അതായത് ന്യൂക്ലിയർ ആയുധം വഹിക്കാൻ ശേഷിയുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്ന് പറയും, അതായത് MIRV ആണ്. കൃത്യമായി പറഞ്ഞാൽ 10 മുതൽ 12 വരെ വാർഹെഡുകൾ ഓരോ മിസൈലിലും നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. തൊടുക്കുമ്പോൾ 1, കൊള്ളുമ്പോൾ 10 എന്ന് പറയുന്ന പോലെ 10-12 മിസൈലുകൾ ഇത് രണ്ടിലും നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ MIRV ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ MIRV കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് MIRV മിസൈലിനെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും അതിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനും അനുവദിക്കുന്നു. അത് എനിമിയുടെ തിരിച്ചടിക്കാനുള്ള കഴിവിനെ നിർവീര്യമാക്കാൻ വളരെയധികം ശക്തമാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം ചെറിയ വാർഹെഡുകൾക്ക് ഒരു വലിയ വാർഹെഡിനേക്കാളും കൂടുതൽ ഏരിയയിൽ നാശം സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു വലിയ വാർഹെഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ചെറിയ 10 വാർഹെഡുകൾ വളരെ വലിയൊരു ഏരിയ കവർ ചെയ്ത് അത്രയും ഏരിയയെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, MIRV മിസൈലുകളിൽ നമ്മൾ 10-12 വാർഹെഡുകൾ ഒന്നിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഇതിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു 4-5 വാർഹെഡുകളെ നശിപ്പിച്ചാൽ പോലും ബാക്കിയുള്ളത് ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും, ശത്രുവിന് വരുത്തേണ്ട നാശം വരുത്തുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ വാർഹെഡും
നാവിഗേറ്റബിൾ ആണ്. അതായത് ഓരോ വാർഹെഡിനും ഏത് വഴിക്ക് പോകണമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് അതിനെ ആ ദിശയിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് പല ടാർഗറ്റുകളെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പോയി വീഴുന്നതിന് പകരം പല പല ടാർഗറ്റുകളെ ഒരേ സമയത്ത് നശിപ്പിക്കാനും MIRV ടെക്നോളജി കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് ഒരു ഫിനാൻഷ്യൽ അഡ്വാൻറ്റേജ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ മിസൈലിൽ ഒന്നിലധികം വാർഹെഡുകൾ ഫിറ്റ് ചെയ്ത് ഇത് പല ടാർഗറ്റിനെ ആക്രമിക്കാൻ പോകുന്നത് എപ്പോഴും ഒറ്റ വാർഹെഡുള്ള ഒന്നിലധികം മിസൈലുകൾ അയക്കുന്നതിനേക്കാളും ചെലവ് വളരെയധികം കുറഞ്ഞതാണ്. ഇതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ ഈ ഗുണങ്ങളെല്ലാം MIRVയെ ആധുനികമായ തന്ത്രപ്രധാനമായ ആയുധ ശേഖരങ്ങളുടെ ശക്തമായ ഘടകമാക്കി മാറ്റുന്നുണ്ട്. ഇത് നമ്മുടെ ആക്രമണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കഴിവുകൾ മൾട്ടിഫോൾഡായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിസൈലുകളുടെ വേഗത എത്രയാണെന്ന് പരിശോധിക്കാം. കാരണം വേഗതയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വേഗത കൂടുന്നതനുസരിച്ചിട്ട് ഈ മിസൈലുകൾ ചെന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിന് വളരെയധികം ശക്തി കൂടും. ആ ആഘാതം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വേഗത വലിയൊരു പ്രധാന ഘടകമാണ്. ഇതിൽ അഗ്നി 5ന് ശബ്ദത്തിനേക്കാളും 24 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 29,500 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതേസമയം K5 മിസൈലിന് ശബ്ദത്തിനേക്കാളും 7.5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 9,100 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ K5നും സഞ്ചരിക്കാൻ സാധിക്കും. K5 എന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്ത് ആൻഡ് സർപ്രൈസ് മിസൈലാണ്. എന്ന് പറഞ്ഞാൽ K5 രഹസ്യ സ്വഭാവമുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്ക് മിസൈലാണ്. അതിനെ ശത്രുക്കളുടെ റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് K5 നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കരയിലെ മിസൈൽ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടാലും അന്തർവാഹിനികളിൽ ഒളിച്ചിരിക്കുന്ന ഈ K5 മിസൈലിനെ നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഏതൊരു സംവിധാനത്തിലും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പ്രത്യാക്രമണം നമ്മളാൽ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അഗ്നി 5ഉം K5ഉം ഇത് രണ്ടും ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന് അതുല്യമായ ഒരു പങ്ക് വഹിക്കുന്ന മിസൈലുകളാണ്. അഗ്നി 5 ഒരു ലാൻഡ് ഓപ്പറേറ്റഡ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ K5 എന്ന് പറയുന്നത് കടലിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു പ്രഹരശേഷി നൽകാൻ കഴിവുള്ള മിസൈലാണ്. ഈ നൂതന മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏതൊരു ഭീഷണിയെ നേരിടാൻ ഇന്ന് സുസജ്ജമാണ്. ഇന്ത്യയുടെ മറ്റുള്ള മിസൈലുകളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ കഴിവുകളെക്കുറിച്ചും മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.